ഉപ്പുതറ പൊരികണ്ണി റോഡ് മെറ്റൽ കൂനകളായി മാറിയിട്ടും നടപടിയെടുക്കാതെ അധികാരികൾ. റോഡിന്റെ 1 കിലോമീറ്റർ ദൂരമാണ് തകർന്നു കിടക്കുന്നത്. കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിക്കഴിഞ്ഞു. ഉപ്പുതറ പഞ്ചായത്തിലെ 12ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുർഗതി. ഉപ്പുതറ പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ കൂടി കടന്നു പോകുന്ന റോഡാണ് തകർന്ന യാത്ര ദുഷ്കരമായിരിക്കുന്നത്. റോഡിന്റെ കുറെ ഭാഗം യാത്രായോഗ്യമാണെങ്കിലും പൊരികണ്ണി ഭാഗത്തുള്ള 1 കിലോമീറ്റർ ദൂരമാണ് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത വിധം തകർന്നിരിക്കുന്നത്. രോഗികളും പ്രായം ചെന്നവരും ധാരാളമുള്ള പ്രദേശമാണിത്. രോഗികളെയും മറ്റും ആശുപത്രിയിൽ എത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ്. റോഡിലെ ടാറിങ് ഇളങ്ങി മെറ്റൽ കൂനകളായി കിടക്കുകയാണ്. റോഡിന്റെ ഒരു ഭാഗത്ത് വലിയ ഗർത്തമാണ്. മെറ്റൽ കൂനയിൽ കയറി നിയന്ത്രണം വിട്ടാൽ വാഹനങ്ങൾ അഗാധ ഗർത്തത്തിൽ പതിക്കും. പൊരികണ്ണി ചപ്പാത്ത് റോഡ് കണ്ട് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ ഈ പഞ്ചായത്തിൽ നിന്ന് വീടുകളിൽ നിന്ന് ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. നിരവധി ജനങ്ങൾ ഉപ്പുതറയും ചപ്പാത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പൊരികണ്ണി മേഖലയിൽ ഒരു വാഹനം എത്തിപ്പെടാനോ ജനങ്ങളുമായിട്ട് ഉപ്പുതറ ടൗണുമായിട്ട് ബന്ധപ്പെടാനോ ചപ്പാത്ത് ടൗണുമായിട്ട് ബന്ധപ്പെടാനോ സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി തീർത്ത് ഗതാഗത യോഗ്യ ആക്കി തരണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം. വളരെ മോശമാണ്. റോഡ് വളരെ തകർന്നു കിടക്കുകയാണ്. വണ്ടി ഒരു കാരണവശാലും നിരവധി സ്കൂൾ വാഹനങ്ങളും നിരവധി ആയിരക്കണക്കിന് ആൾക്കാർ ജനസമ്പർക്കമുള്ള സ്ഥലങ്ങളാണ് ഈ പൊരികണ്ണി ഉപ്പുതറയും ചപ്പാത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. 5ഓളം സ്കൂൾ ബസ്സുകൾ ഓടുന്ന റോഡാണിത്. മഴക്കാലം ഇങ്ങെത്താറായി. മഴയത്ത് റോഡിലെ കല്ലുകൾ ഒഴുകിപ്പോയാൽ ഇതുവഴിയുള്ള ഗതാഗതം തന്നെ ഇല്ലാതെയാകും. റോഡിന്റെ ദുരവസ്ഥ നിരവധി തവണ അധികൃതരെ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ജനപ്രതിനിധികളുടെ അവഗണനയാണ് തിരിച്ചടിയായിരിക്കുന്നത്. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.